സ്മിത സതീഷ് സൈക്കോളജിസ്റ്റ് നമുക്കൊപ്പമുണ്ട്. സ്മിത സതീഷ്, ഈ നമ്മളെ ജാഗ്രതപ്പെടുത്തേണ്ടി വരുന്നത്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സൈബർ ഇടത്തെ ചതിക്കുഴികളുടെയും ചതിവലകളുടെയും കഥ നമ്മൾ പലതരത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ഇവിടെ നമ്മൾ ജാഗ്രതപ്പെടേണ്ടി വരുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഇത്തരം ചിത്രങ്ങൾ പുറത്തു പോകുന്നുണ്ടോ എന്നതാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഉയർന്നു വരുമ്പോൾ നമുക്ക് എന്താണ് ഇതിനൊരു പ്രതിവിധി? എങ്ങനെയാണ് നമ്മൾ ജാഗ്രതപ്പെടേണ്ടത്? പലപ്പോഴും പല ദുരന്തങ്ങളിലേക്കും അഴിവെക്കുന്ന പല സംഭവങ്ങളും വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ പിൻചരിത്രത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം അനുഭവമുണ്ടായ കഥകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്നത്? നമ്മുടെ കുട്ടികളുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുമ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ പലപ്പോഴും അങ്ങനത്തെ കേസുകൾ വന്നിരുന്നു. പക്ഷെ ഓരോ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ചും കൂടി മുന്നോട്ട് വരും തോറും എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഇമോഷണലി അമ്മമാരുമായിട്ടുള്ള അച്ഛനും അവരുമായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ലെവലൊക്കെ കുറയാണ്. പിന്നെ പാരന്റ്സിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും പോവാൻ. ഈ അഡോളസന്റ് ഏജിന്റെ ഒരു പ്രത്യേകത തന്നെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അവർക്ക് കൂടുതലാണ്. അവർക്ക് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിച്ചു, അപ്പൊ നമുക്ക് അതിനൊരു ഷെയറിംഗ് ഉണ്ടാവും, എല്ലാവരെയും നമ്മൾ അറിയിക്കുക. നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ പാരന്റ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതാണ്. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യം, ഈ അഡോൾസൻസിന് പിയർ പ്രഷർ ഉണ്ടാവും. എടാ എനിക്കൊരു ലൈൻ ഉണ്ട്, അവളുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയക്കാം, അങ്ങനെ പറയുന്നതിലേക്ക് എത്തുന്നത് അതിന് മുമ്പ് ഇവരുടെ ഒരു ടോക്ക് വരുന്നുണ്ട്. നിനക്ക് എന്തിനു കൊള്ളാം, അവളെ കിട്ടിയിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ലേ, അങ്ങനെയൊക്കെ കുറെ ടോക്കുകൾ ഇവരെ വരുന്ന ചില കേസസ് കേട്ടോ, എല്ലാ കേസസും അല്ല. ചില കാര്യങ്ങൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ ആ സമയത്ത് മറ്റൊരാളുടെ മുമ്പിൽ അവർക്ക് ആവണം, എന്തെങ്കിലും അവരൊരു ഐഡന്റിറ്റി വരുന്നുണ്ട്, അവരെ അംഗീകരിക്കണം, അവരൊരു സംതിങ് സ്പെഷ്യൽ ആണെന്ന് വേണം. അപ്പൊ ഈ സമയത്ത് അവർ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഇവർക്കൊരു റെഡിയാണ്. അപ്പൊ അവരാരെ വേണമെങ്കിലും അവരുടെ ഫോട്ടോസ് വരുമ്പോൾ അവരതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അതാണല്ലോ ആ ഒരു ഏജിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് നാലാള് പറയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് തോന്നും. ഈ ഒരു സംഗതിയും അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാരന്റ്സിനോടും എനിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികളോടുള്ള ഇമോഷണൽ ലെവല് കുറച്ചും കൂടി ബെറ്റർ ആക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. കാരണം ആർക്ക് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്നത്. പണ്ടത്തെ ഒരു സോഷ്യൽ രീതിയിൽ എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ കുറച്ചും കൂടി കൂടുതലായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയുടെ അങ്ങനെയല്ല. അവർക്ക് ആരും ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ പോലും അത് ഇറ്റ്സ് ഓക്കെ, എന്റെ കാര്യം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കും കുട്ടികൾ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കള് നമ്മുടെ സ്വന്തം അമ്മയുടെ ഇതിന്റെ ആണെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ക്യാമറ ബാത്റൂംസിൽ കൊണ്ടുപോയി വെക്കുന്ന ഇങ്ങനത്തെയൊക്കെ കേസസ് നമുക്ക് മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അപ്പൊ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് പോവും. അപ്പൊ അത് അങ്ങനെ വരുമ്പോ തന്നെ അത് സ്ക്രീൻഷോട്ട് ചെയ്യണോ, അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്യണോ, ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാ. അപ്പൊ എല്ലാവരും ശരിക്കും ഞാൻ അയക്കുന്ന ഫോട്ടോ, ഇവൻ അയക്കുന്ന ആൾക്കാര്, ഞാൻ പറഞ്ഞ ആരും കാണില്ലല്ലോ, ഞാനൊരു വ്യൂ വൺസ് ആണല്ലോ അയച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അയക്കുന്നവരും ഉണ്ട്. പക്ഷെ അത് സേഫ് അല്ല. അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യും, അപ്പൊ തന്നെ ഇവര് ഷെയർ ചെയ്യും. ഒരു ഷെയറിംഗ് സിൻഡ്രോം എന്ന് പറയാം. ഈ ഒരു രീതിയിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, തങ്ങളുടെ അമ്മയ്ക്ക് അല്ലെ സഹോദരിക്ക് ഇതുണ്ടാക്കാൻ പോകുന്ന അവരുടെ ജീവിതകാലത്തിൽ അവർ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി തിരിച്ചറിയാതെയാണോ പലപ്പോഴും കുട്ടികൾ ഇത് ചെയ്യുന്നത്? അതല്ലെങ്കിൽ അത്തരം അവർക്ക് ഒരിക്കലും അറിയില്ല. കുട്ടികളുടെ ഒരു പ്രത്യേകത നമ്മൾ പറയും, ഇവരുടെ ബ്രെയിനിന്റെ കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ വളർച്ച ആവുന്നില്ല. എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് ചിന്തിക്കാനുള്ള കഴിവുകൾ കുട്ടികൾക്ക് ഇല്ല. അവരുടെ ഇമോഷണൽ സൈഡ് ഇപ്പൊ നമ്മൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കാം. ഒരു സ്റ്റേജില് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വീഴുന്നു, ആ കുട്ടിയെ ഒന്നും നോക്കാതെ ബാക്കിയുള്ളവർ നൃത്തം ചെയ്യുന്നു. അപ്പൊ അവിടെ പണ്ടത്തെ ഒരു കാലത്താണെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാവുക? ആ ഒരു കുട്ടി വീണ സമയത്ത് നമുക്ക് ഡാൻസ് ഒന്നും പ്രധാനമല്ല, ആ കുട്ടിയെ സഹായിക്കണം. ഇപ്പൊ എന്താണ് കാര്യം, എനിക്ക് A+ വേണം അല്ലെങ്കിൽ A ഗ്രേഡ് വേണം, ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണ് ഒരു മത്സരത്തിന് പോകുന്നത്. അപ്പൊ ഇമോഷണൽ ലെവൽ എന്ന് പറയുന്നത് ഒട്ടും ബാധിക്കാണ്ടായിരിക്കണം. അവർക്ക് വിഷമം ഒരാളെ ഏൽക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്,
സ്വാധീനിക്കപ്പെടുന്ന ഒരു പ്രായമാണ് അഡോൾസെന്റ് ഏജ്. അഡോൾസെന്റ് ഏജിൽ അവരെ അംഗീകരിക്കപ്പെടണം എന്നുണ്ട്. പിന്നെ എന്ത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫിലിം ആണെങ്കിലും എന്തിനാണെങ്കിലും ഈവൻ അത്രയും അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് നമുക്കറിയാലോ. ഇപ്പൊ തെറിയൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പേരെടുത്ത് വിളിക്കണ മാതിരിയാണ് ഇപ്പൊ അത് വന്നിരിക്കുന്നത്. അപ്പോ ആ രീതിയിൽ പറയണ സമയത്ത് ഞാനെന്തോ ആയി, എനിക്കിത് പറയാൻ പറ്റി. അപ്പൊ അവരുടെ ഇടയിലേക്ക് അംഗീകരിക്കപ്പെട്ടു. കാരണം ഇങ്ങനത്തെ കോഡ് ലാംഗ്വേജിൽ കൂടി അവർ സംസാരിച്ചു വരും. കാരണം ഇതൊക്കെ പറയാൻ അറിയണം, ഇല്ലെങ്കിൽ എന്താണ് ഇവൻ എന്ത് ഡ്രഗ്സ് ആണെങ്കിൽ പോലും കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരാളാണോ എന്നാ മതിയെന്ന്. ഇതേമാതിരി തന്നെയാണ് ഇതിലേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ അംഗീകരിക്കപ്പെടണം, എന്റെ പിയർ ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക് ഞാനൊരാളാവണം. ഇതൊക്കെ മാത്രമാണ്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യം എത്ര ഫോട്ടോസ് കൊടുക്കാൻ പറ്റും, ഞാൻ കൊടുക്കുന്ന ഫോട്ടോസ് ആണ് ഏറ്റവും ബെസ്റ്റ് എങ്കിൽ എനിക്കാണല്ലോ കൂടുതൽ ആൾക്കാരെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാവരും എന്നെ നോക്കും. ഇത്തരത്തിലുള്ളൊരു മാനസിക പ്രശ്നം കുട്ടികളുടെ ഇടയിലുണ്ട്. ഇത് വലിയവരുടെ ഇടയിലും ഉണ്ട്. പക്ഷെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരുടെ വളർച്ചയുടെ ഈ ഒരു ഇതില് ആഫ്റ്റർ എഫക്ട് എന്താന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കുറവാണ്. ഇത് ഈ പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പല തട്ടിപ്പുകളും പല തരത്തിലുള്ള ഇത്തരം ശ്രമങ്ങളൊക്കെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ കുടുംബങ്ങൾക്കകത്ത് നടത്തേണ്ടി വരുന്ന ഒരു ജാഗ്രത അല്ലെങ്കിൽ ബോധവൽക്കരണം അതെങ്ങനെയാണ്? ഒരുപക്ഷെ അത് നമുക്ക് അച്ഛനമ്മമാർ എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നത് അവരെ സംബന്ധിച്ചും കൂടുതൽ നിരീക്ഷണം വേണ്ട അല്ലെങ്കിൽ കൂടുതൽ ബോധതലങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു പ്രശ്നം കൂടിയായി മാറുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഈ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൊറോണയുടെ ഒരു സമയത്തായിരുന്നു. വളരെ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ ഫോൺ വീഡിയോസും ഫോൺ സൈറ്റിൽ എത്തിയ പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഫോൺ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് വെച്ചാൽ അതിലേക്ക് എത്താനുള്ളത്. അപ്പൊ കുട്ടികളുടെ കയ്യിൽ ഇത് കിട്ടുമ്പോഴാണ് ഇവരിങ്ങനെ ഓരോന്നിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോ എങ്ങനെയാണ് ഇതിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ആ കൊറോണ കാലത്ത് കുട്ടികളുടെ കയ്യിൽ വന്ന ശേഷം ഫോൺ തിരിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കുട്ടികൾ അതിനോട് ഫോൺ വേണം, ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള നോട്ട്സ് അതിൽ നിന്നാണ് വരുന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഇപ്പൊ നോട്ട്സ് ഒന്നും ഇങ്ങനെ കൊടുക്കുന്നില്ല. പലപ്പോഴും എളുപ്പത്തിന് വേണ്ടി ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നോട്ട്സ് കൊടുക്കും ഇപ്പോഴും. പക്ഷെ അത് വേണ്ട. നോട്ട്സ് ഒക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് തന്നെ എഴുതിയെടുക്കണം. അങ്ങനെ മൊബൈൽ ഫോൺ വഴിയുള്ള നോട്ട്സ് ഷെയറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇനിയെങ്കിലും അത് നിർത്തണം. അതുണ്ടെങ്കിൽ പാരന്റ്സിനെ അറിയാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വേണം. പലപ്പോഴും സ്കൂളുകളിൽ ഒരു പ്രോഗ്രാമിനും മീറ്റിങ്ങിനും വെച്ചാൽ പാരന്റ്സ് അത് പറയുന്ന ആൾക്കാർ വരുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി വലിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക, വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിലയേറിയ സമയം കൊടുക്കുക എന്നുള്ളതും കൂടി പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇത് ഇവര് 4 ഷാഡ്യം പിടിക്കും. ഫോൺ ഇപ്പൊ ഇവര് മാക്സിമം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോണ് ഉപയോഗിക്കേണ്ടെന്ന് പറയും. അതെങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് ഒരു പിടിച്ചു വലിച്ച് വാങ്ങല, അല്ലെങ്കിൽ ഈ പറയില്ലേ പാരന്റ്സ് കയറി അങ്ങോട്ട് തല്ലി തകർത്ത് കുട്ടികളെ ഇതാക്കും. ഇതുകൊണ്ടൊന്നും കുട്ടികൾ ശരിയാവാൻ പോകുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ റിബൽ ആവാനുള്ള ഒരു ഇതാ വരുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ഇത്ര സമയം വരെ ഫോൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ ഫോൺ എടുത്ത് മാറ്റാൻ നമുക്ക് പറ്റണം. പിന്നെ ചില പാരന്റ്സ് പറയുന്ന ഒരു കാര്യം, അവർക്ക് അറിവ് ഇപ്പോഴും കുറവുണ്ട്. മോന്റെ ഫോണിൽ അല്ലെങ്കിൽ മോളുടെ ഫോണിൽ സിം ഇടാനുള്ള സൗകര്യം ഇല്ലല്ലോ, പിന്നെന്താണ്. അപ്പൊ ഹോട്ട്സ്പോട്ട് വെച്ചിട്ട് കുട്ടികൾ പാരന്റ്സിന്റെ ഫോണിൽ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ പാരന്റ്സിന് ഇതിനെ കുറിച്ചിട്ട് ഒരു അറിവാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ AI ഒക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, കുട്ടികളുമായിട്ട് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്വാളിറ്റി ടൈം ഉപയോഗിക്കുന്ന സമയത്ത് നീ എന്താടാ അങ്ങനെ ചെയ്യാന്, ഇങ്ങനെ എന്താ പറഞ്ഞൊരു കമ്പാരിസൺ നടത്താനോ കുറ്റങ്ങൾ പറയാനല്ല, കുട്ടികളെ കേൾക്കാനും മനസ്സിലാക്കാനും അവരുമായിട്ട് ഒരു സ്നേഹം ഉണ്ടാവും. എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ അച്ഛന് വേദനിക്കണോ, അത് ആ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് അറിയണം. ഇത് വേറെ ആരുടെ അച്ഛനാണ് വേറെ ആരുടെ അമ്മയാണ് എന്നുള്ളൊരു ലെവലിലേക്കാണ് വന്നത്. ഇത് സ്വന്തം വീട്ടിൽ. അത് മാത്രമല്ലാതെ ഈവൻ അപൂർവ കേസസിലാണ് പാരന്റ്സുമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഇങ്ങനെ ഒരു സെക്ഷൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന കേസസ് വരാറുണ്ട്. ഇപ്പോ ഈ അടുത്ത് ഞാൻ തന്നെ കുറെ കേസസിൽ വന്നിരിക്കുന്നതില് സ്വന്തം വീട്ടിൽ തന്നെ, അത് മുമ്പുള്ളതാണ്, പക്ഷെ കുറച്ചും കൂടി കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സെക്ഷൽ അവരുടെ ചേഞ്ചസ് വരുന്ന സമയത്ത് വീടുകളിൽ തന്നെ ഇത്തരം അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന സ്ഥിതികളും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അത് കൂടാതെ എനിക്ക് പറയുന്ന പാരന്റ്സിനോട്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ ഒപ്പം നമുക്ക് 24 മണിക്കൂർ നോക്കിയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കൊടുക്കുന്ന സമയം അവരുടെ അടുത്ത് ഇരിക്കണം, അവരെന്താണെന്ന് മനസ്സിലാക്കണം. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നമുക്കറിയാം പല ക്രൈമിൽ പെട്ടിട്ടുള്ള കുട്ടികളും വരുന്നതാണ്. അവിടെ വരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അവരുടെ അടുത്ത് കൊടുക്കുന്ന ക്വാളിറ്റി ടൈമിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏത് നേരവും നിനക്ക് വേണ്ടി ഇത്ര ഇതാക്കി, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു, ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താണോ പ്രശ്നം അത് പറയാം. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയല്ല, ഈ ഒരു തലമുറയുടെ അനുസരിച്ച് അവരുടെ ഒപ്പം നിന്ന് നമുക്ക് വളരാനുള്ള ഒരു സാഹചര്യം. തെറ്റിനെ തെറ്റാന്ന് പറയണം. ഇനി ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കരുത്. നമ്മളപ്പോ അവരെ ഷാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ ഫോൺ തിരിച്ചു കൊടുക്കും. അപ്പൊ അവർക്കറിയാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പൊ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണം. ഇനി കുട്ടികൾ അതിലേക്ക് അഡിക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിടിച്ചു വലിച്ച് വാങ്ങാനല്ല, നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടും. പ്രത്യേകം എടുത്ത് പറയുന്നത് കമ്പാരിസൺ അരുത്. വേറൊരു കുട്ടിയെ വെച്ച് കമ്പാരിസൺ ടോക്കല്ല ക്വാളിറ്റി ടൈമിൽ വേണ്ടത്. എന്തായാലും വളരെ നന്ദി സ്മിത സതീഷ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. കുടുംബങ്ങൾക്കകത്ത് വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്. ഒന്ന് തുടരുക.